ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചിക്കൻ മലായി ആണ് കേട്ടോ ഡിന്നറിനൊപ്പം ഉണ്ടാക്കുന്നത്. ചപ്പാത്തിൻ്റെ കൂടെയാണ് ഇത് ഞാൻ ചിക്കൻ മലായി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊട്ടും സ്പൈസി അല്ല കേട്ടോ. നമ്മൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടല്ലോ, അതിനുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ എന്നാലും കുറച്ച് ക്രീമി ആയിട്ട് തന്നെ ഉള്ള ചിക്കൻ തന്നെയാണ്. പിന്നെ കുട്ടികൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമാണ് ഇങ്ങനെ ഈ അഫ്ഗാൻ ചിക്കൻ അവർക്ക് ഇഷ്ടമാണ്. അതുപോലെ ഈ ചിക്കൻ മലായി ഉണ്ടാക്കിയപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ഉള്ളിയും കുറച്ച് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഒരു 10 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തൊന്ന് കൂളായതിന് ശേഷം ഞാനൊന്ന് അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നല്ലൊന്ന് എന്താ പറയുക, നമ്മൾ നല്ല മിക്സ്ചറായിട്ട് എടുക്കുകയാണ് കേട്ടോ. അത് പിന്നെ വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ, രണ്ടും കൂടിയിട്ട് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഉള്ളി പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികളായി ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും ഗരം മസാലയും കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ 1/2 കിലോ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ വേവിച്ചെടുക്കുക. ചിക്കൻ നന്നായിട്ട് കുക്കാവണം കേട്ടോ. ചിക്കൻ നല്ല കുക്കാവുന്ന രീതി വരെ അതിനെ വേവിച്ചെടുക്കുക. ഇതിലിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കന് 1 കപ്പ് വെള്ളം, പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ആ ജ്യൂസ് മെഷീൻ്റെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ക്രീമി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ബട്ടർ നാൻ്റെ കൂടിയും നമുക്ക് അങ്ങനത്തെ എല്ലാ റൊട്ടികളും കൂടിയും കഴിക്കാൻ പറ്റും. ഇതിലിപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഒരു 3/4 കപ്പോളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതാണ് ഈ ചിക്കൻ മലായിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയത്. തൈരും പിന്നെ കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് കുക്കായതിന് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ ഫ്രഷ് ക്രീമും ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടർ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. കുരുമുളകാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. എരിവ് നോക്കിയപ്പം എരിവ് അത്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് പെപ്പർ പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെപ്പർ പൗഡറും പിന്നെ എന്താ പറയുക, നമ്മൾ ചില്ലി ഉണ്ടല്ലോ, അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ചില്ലി ഒരു 3-4 ചില്ലി ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതിൽ ഒട്ടും ചുവന്ന മുളക് ചേർത്ത് കൊടുക്കില്ലല്ലോ. അത് കാരണം എരിവിന് വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഓപ്ഷനാണ് പെപ്പർ പൗഡർ. അല്ലെങ്കിൽ ജസ്റ്റ് ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇപ്പം നമ്മൾ ഇത് ഒരുവിധം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നല്ല ഹൈയിലൊന്ന് ഇട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്തത്, മിൽക്കി മിസ്റ്റിൻ്റെത്. അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ഉണ്ടാവുക. ഒരുപാട് പുളിയില്ല തൈര് യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ നന്നായിട്ട് ചിക്കൻ കുക്കായിട്ടുണ്ട്. ചിക്കൻ നോക്കിയപ്പോൾ നല്ല രീതിക്ക് തന്നെ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം. നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കസൂരി മേത്തി ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കറി ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.